എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറേ മാറ്റങ്ങൾക്ക് ശേഷം വീണ്ടും എമ്പുരാൻ തിരിച്ചെത്തുകയാണ്. ഒരു ഒന്നൊന്നര വെട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. കടും വെട്ടുവെട്ടി ഏതെല്ലാം സീനുകളാണ് മാറ്റിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പുതിയ പതിപ്പിൽ 24 വെട്ടുകളാണ് ഉള്ളത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ എല്ലാം തന്നെ ഒഴിവാക്കി. പ്രധാന വില്ലൻ ബാബ ബജ്രംഗിയുടെ പേര് ബൽദേവ് എന്നാക്കി. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കി. NIAയുടെ പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. പ്രധാന വില്ലന്മാർ തമ്മിലുള്ള സംഭാഷണവും വെട്ടി. നന്ദിക്കാടിൽ ഇനി സുരേഷ് ഗോപിയുടെ പേരുമില്ല. ഇത്തരത്തിലാണ് വെട്ടലുകൾ നടന്നിരിക്കുന്നത്. എന്തായാലും ആദ്യ ദിവസം തന്നെ ആവശ്യത്തിലധികം കളക്ഷനുകളൊക്കെ വാരിക്കൂട്ടി. അതിനുശേഷം വെട്ടലുകൾ നടത്തുന്നു എന്ന് പറഞ്ഞ് കുറച്ച് താമസിപ്പിച്ച് അവിടെയും ആവശ്യത്തിലധികം കളക്ഷനുകൾ വാരിക്കൂട്ടി. എന്തായാലും ബിസിനസ് മാത്രമായിരുന്നു ഇതിൻ്റെ പിറകിലെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. വെട്ടുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ അതിനു മുമ്പ് തന്നെ കാണുവാൻ പ്രേരിപ്പിച്ചു. വെട്ടിക്കഴിഞ്ഞും ഇനി കുറച്ചാളുകൾ കാണാനായിട്ട് പോകുമല്ലോ. എല്ലാം കൂടി ഇവർക്ക് കിട്ടേണ്ട പണമെല്ലാം കിട്ടുകയും ആവശ്യത്തിലധികം ബിസിനസ് നടത്തുകയും ചെയ്തിരിക്കുന്നു. ബിസിനസ് മാത്രം ലക്ഷ്യമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയായിട്ടാണ് എമ്പുരാൻ എനിക്കും തോന്നിയത്. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.